അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഗുഡ് മോർണിംഗ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? SITയുടെ അന്വേഷണം കൃത്യമായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വിധിയെ സ്വാഗതം ചെയ്യുന്നു. വിധി ക്രിമിനൽ നിയമത്തിന്റെ മനുഷ്യത്വം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിധിന്യായമാണ്. ഞാൻ ഈ കാര്യത്തിൽ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായതാണ്. പ്രോസിക്യൂഷൻ കേസിന്റെ വാദത്തിന്റെ വേളയിൽ തന്നെ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് പറഞ്ഞത് പ്രതി വളരെ സ്വാധീനമുള്ള ആളാണ്, അദ്ദേഹം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി വേണം എന്നാണ്. അപ്പൊ പ്രോസിക്യൂഷൻ പോലും അങ്ങനെ കോടതിയിൽ പറയുന്ന അത്രയും അധികാരം ഉള്ള ആളാണ് പ്രതി. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷന്റെ അന്വേഷണം പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. പരാതിക്കാരി പ്രധാനമായിട്ടും കോടതിയെ അറിയിച്ചത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉൾപ്പെടെ പ്രതി റദ്ദാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചത്. പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ഈ ദിവസം വരെ. ഇലക്ട്രോണിക് എവിഡൻസ് നശിപ്പിക്കുന്നതും ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇതുവരെ പ്രതിയെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല തെളിവുകളും പല സാക്ഷികളും തുടക്കത്തിൽ പോലീസുമായി സഹകരിക്കാമെന്ന് പറഞ്ഞവർ പോലും ഈ കാര്യത്തിൽ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പ്രതിയുടെ അധികാരം പ്രധാനപ്പെട്ടതാണ്. പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ വളരെ വീക്കായിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം വളരെ ഓപ്പൺ കോടതിയിൽ തന്നെയാണ് ഇരയ്ക്ക് വേണ്ടി ഉന്നയിക്കപ്പെട്ടത്. ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരി തന്നെ DGPയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല SITക്ക് വളരെ നിർണായകമായി പരാതിക്കാരിയും സാക്ഷികളും കൊടുത്ത മൊഴികൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു സ്ഥിതി. മാധ്യമങ്ങളോട് എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടില്ല. പക്ഷേ രഹസ്യ സ്വഭാവത്തിൽ നടക്കേണ്ട അന്വേഷണം പ്രതികൾക്ക് കൂടി വിവരങ്ങൾ നൽകുന്ന രീതിയിൽ SITയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി വിധിന്യായത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം കേസുകളിൽ ഇരയായി വരുന്ന ആളുകൾ പരാതി പറയാൻ വൈകുന്നു എന്നുള്ളത് ഈ പരാതിയെ അവഗണിക്കാൻ മതിയായ കാരണമല്ല. ഈ കാര്യം സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പരാതികൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യം. ഈ കാര്യത്തിന്റെ നിയമപരമായ സാങ്കത്യം കോടതി പരിശോധിക്കുകയും ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം ഇന്ത്യയിൽ എല്ലാ കോടതികൾക്കും ബാധകമാണ് എന്ന നിരീക്ഷണം കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതിയുടെ വിവേചനാധികാരം ജാമ്യം നൽകുന്നതിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ കേസിൽ പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള ആ വാദങ്ങൾ ശരിയാണ്, പ്രഥമ ദൃഷ്ടിയെങ്കിലും നിലനിൽക്കുന്നതാണ്, ഗൗരവ സ്വഭാവമുള്ള കുറ്റമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ ഇരയ്ക്ക് നീതി നൽകാനുള്ള ചുവടുകളുടെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഗൗരവ സ്വഭാവത്തിലുള്ള ഇടപെടലിന് അപ്പുറത്തേക്ക് പ്രോസിക്യൂഷന് പോകാൻ കഴിയുന്നില്ല എന്നും ഈ കാര്യത്തിൽ പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് ഇപ്പോഴും SIT സ്വീകരിക്കുന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, താങ്കൾ പരാതിക്കാരിയുമായി അവരുടെ അഭിഭാഷകൻ എന്ന നിലയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം പൂർണ്ണമായും വ്യക്തതയുള്ള ഒരു ആളാണ്. ഈ പരാതിക്കാരി, നമ്മൾ ഇതുവരെ വന്ന പരാതികളുടെ കാര്യത്തിൽ ഇപ്പോൾ നടൻ മുകേഷിനെതിരെ വന്ന പരാതി 15 വർഷം മുൻപുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് 2016 നടന്ന സംഭവത്തെക്കുറിച്ച് 2019 തന്നെ ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അത് സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ചർച്ചയായിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. മാത്രമല്ല തെളിവുകളടക്കം, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ രജിസ്റ്ററിലടക്കം അവിടെ എത്തി എന്നുള്ളതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, നടൻ സിദ്ദിഖ് ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്നു എന്ന് കേൾക്കുന്നു. അതായത് ഒരാൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതല്ലേ സിദ്ദിഖിന്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അഡ്വക്കേറ്റ് ഹരീഷ്? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം ഇവിടെ മറ്റ് കേസുകളിലെല്ലാം നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഈ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഒരു തരത്തിലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ന്യായവും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെളിവ് നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിന് ശേഷമാണ്. പ്രധാനപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് FIR ഇട്ടതിന് ശേഷമാണ്. ഈ സമയത്തെല്ലാം ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത SIT അറസ്റ്റ് മാത്രമാണ് കോടതി ഒരുപക്ഷെ തടയാൻ സാധ്യതയുള്ളത്. എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല? ഇന്നേ ദിവസം വരെ ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനോ ഇന്ന തെളിവുകൾ ഹാജരാക്കാൻ പ്രതിക്ക് നോട്ടീസ് കൊടുക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും SITയുടെ ഭാഗത്ത് ഈ കേസിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ കേസിലുള്ള SITയുടെ ഇടപെടൽ മറ്റ് കേസുകളെയും സ്വാധീനിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് പ്രോസിക്യൂഷൻ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയത് എന്നുള്ളതാണ്. പ്രോസിക്യൂഷന്റെയും വാദം വളരെ പ്രബലരായ ആളുകളാണ്, അധികാര സ്വാധീനമുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് പ്രതികൾക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ. അത് നമ്മൾ ശരിവെക്കേണ്ടതുമാണ്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള പ്രതിയുടെ അവകാശത്തെ നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഈ കേസ് പരിഗണനയിലിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല, എന്തുകൊണ്ടാണ് ഒളിച്ചോടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ SIT ഇനി സമാധാനം പറയേണ്ടി വരും. വ്യക്തമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചതിന്. പരാതിക്കാരിയുടെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.